നനഞ്ഞ ബ്രാ മാറി നനഞ്ഞ ബ്രാ മാറി നനഞ്ഞ ബ്രാ മാറി പുതിയതാ. നല്ല കളക്ഷൻ ആട്ടോ, നല്ല ബ്രായാണേ. ഇല്ല ചോറ് വെച്ച് കറി വെച്ചിട്ടുണ്ട്. ചോറ് കഴിച്ചില്ല, അതേ രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുക. ക്ലാസ് ഞാൻ മാറ്റി. എന്നോട് ആശപ്പ ചേച്ചിയാണ് ഈ വഴി പറഞ്ഞത്. ആശപ്പ ചേച്ചിയും അവിനസൊക്കെയാണ് എനിക്ക് ഈ ട്രിക്ക് പറഞ്ഞത്. ഇനി കള്ള് കുടിക്കുമ്പോൾ ഈ കപ്പ് നേരെ വെക്കുക, ഒഴിച്ചിവിടെ വെക്കുക, ചായ എന്ന് വിചാരിച്ചോളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ കപ്പ് കാണുമ്പോൾ വിചാരിച്ചാൽ അതിൽ ഡ്രിങ്ക്സ് ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഡ്രിങ്ക്സ് ആശപ്പ ചേച്ചിയും എന്നോട് അവിനസൊക്കെയാണ് പറഞ്ഞത് ആദ്യം ഒരു കപ്പ് മേടിക്കുക, നീ വെച്ച് കുടിച്ചോ, പക്ഷെ ആരോട് പറയണ്ട കള്ളാണെന്ന്. ടിക്ടോക്ക് മുതലാളിക്ക് കുറച്ച് സൂക്കേട് മദ്യം കാണുമ്പോഴേ. ഇനി ആശപ്പ ചേച്ചി ഇതാ ഇനി എന്ത് ചെയ്യും, ഇനി ആരൊക്കെ റിപ്പോർട്ട് എടുക്കുന്നത് ഞാൻ നോക്കട്ടെ. മൈരന്മാർ ടിക്ടോക്ക് മുതലാളി വലിയ ബുദ്ധിമാനാണ്, ഇതിന് വലിയ ബുദ്ധിയാണ് ബി ചേച്ചി. ടിക്ടോക്ക് മുതലാളിയുടെ അണ്ടി അവനെ എന്നോട് കളിക്കാൻ വന്നു മുതലാളി. നമ്മുടെ SS നമ്മുടെ റെഡ് പറയുകയാണേ, നിന്റെ റെഡിൻ്റെ ഫോട്ടോ കണ്ടാലാണ് നിന്റെ റെഡ് സാരി ഫോട്ടോ കണ്ടിട്ടാണ് അടിക്കണേന്ന്. സത്യം പറഞ്ഞാൽ ഞാനതും മേടിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം മൊത്തം ബാനാക്കുന്ന ഞാൻ വിചാരിച്ചേ. ഈ കപ്പ് കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചാണ് കള്ളാണെന്ന് കേട്ടോ. ഓക്കെ, കാരണം ഇനി ചില്ലുങ്കുപ്പിൽ ഞാൻ കള്ളു കുടിക്കില്ല. ടിക്ടോക്ക് മുതലാളി ബാനാക്കും കള്ള് കണ്ടിട്ട്. ബിജി വെട്ടിയുണ്ടോ? ഇത് നനഞ്ഞിട്ടില്ല, പിന്നെ എന്താ നനവ്? നിങ്ങൾ ഒറ്റയ്ക്കാണോ റൂമിൽ? അല്ല, എൻ്റെ കെട്ടിയോൻ ഇപ്പോൾ വരും. എൻ്റെ കെട്ടിയോൻ വരും. എൻ്റെ ബോയ്ഫ്രണ്ട് ഇടയ്ക്ക് സാരി എടുത്ത് ലൈവ് പോവാ. ബിജി സാരി വന്ന് തയ്ക്കാൻ എടുക്കുക, തയ്ച്ചിട്ടില്ല. കരാമയ്ക്ക് പോകണം നാളെ, 2 ദിവസം കഴിയട്ടെ. ഹലോ, ആ പറഞ്ഞോ. അതല്ലേ ബിജിയാണല്ലോ. അല്ല, ഞാൻ ഫ്രീയാ. എന്തേട്ടാ ഇത് ബുർജുമാലില് എന്ന് വരുമോ? കരാമരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, തൊട്ടടുത്തല്ലേ. ഓക്കെ, ഞാൻ ഇവിടെ 24 hours ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിലും പോരെ. വിളിച്ചെടുക്കും കേട്ടോ, എടുക്കും. നിങ്ങൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. ഓക്കെ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ലാസ്റ്റ് 35 അല്ലേ, എടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഒരു കസ്റ്റമർ വരുന്നുണ്ട്. ഈ പൈസ കിട്ടിയാൽ നാളെ ഞാൻ സാരി തയ്പ്പിക്കും, ഷുവർ. കാരണം എനിക്ക് റൂം റെൻ്റ് ഒത്തു. ഇന്നൊരു കസ്റ്റമർ കിട്ടിയാൽ ഞാൻ കരാമയിൽ പോയിട്ട് നാളെ ഒരു ചട്ടിച്ചോറും കഴിക്കും, ആ സാരി കൊണ്ട് തയ്പ്പിക്കും. അച്ചാർ തീർന്ന അച്ചാർ കഴിട്ടൊക്കെ എടുക്കണം പറയും. ഞാൻ മാത്രമല്ല, ആർക്ക് കൊടുക്കാനാ? ഓക്കെ, സെറ്റ്. സാരി ഇപ്പോൾ നല്ല അടിപൊളി സാരി. അവർ എന്തിനാ വരുന്നേ? ഉമ്മ വയ്ക്കാൻ. ബിജീനെ ഭയങ്കര ആഗ്രഹം. ബിജിയുടെ ഇവിടെ ഉമ്മ വയ്ക്കണം, ഇവിടെ ഉമ്മ വയ്ക്കണം, പിന്നെ എല്ലായിടത്തും ഉമ്മ വയ്ക്കണം എൻ്റെ കസ്റ്റമർക്ക്. എൻ്റെ ചെവിട്ടിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ആശപ്പ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഷഫ്നാത്തേക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ചെക്കൻ വന്നു, എൻ്റെ വിരൽ കടിച്ചു, എൻ്റെ കാലിൻ്റെ വിരൽ കടിച്ചെന്ന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? ഷഫ്നാത്ത ഓർമ്മയുണ്ടോ? എൻ്റെ കാലിലെ വിരൽ കടിച്ചു, എൻ്റെ കയ്യിലെ വിരൽ കടിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഒരു ചെക്കൻ ഓർമ്മയുണ്ടോ? ഒരു മുസ്ലിം ചെക്കൻ വന്നിട്ട് എൻ്റെ ചെവി ഇങ്ങനെ പറിച്ചെടുത്തു, എൻ്റെ വിരൽ കടിച്ചു, എൻ്റെ കാലിലെ വിരൽ കടിച്ചെന്ന് ഓർമ്മയുണ്ടോ? അവൻ ഇന്നലെ വന്നു, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എഴുതി വെച്ച മുട്ടമണി വലിയ മുട്ടമണി എന്ന് എഴുതി വെച്ച അവൻ്റെ പേര്. അവൻ്റെ പേര് സേവ് ചെയ്ത് വെച്ചത് വലിയ മുട്ടമണി എന്ന് എഴുതി വെച്ചാൽ. അപ്പോൾ വലിയ മുട്ടമണി ഇന്ന് കോൾ വന്നപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ മുട്ടമണി എന്ന് എഴുതി വെച്ചു. ഞാൻ ഇന്നലെ കിച്ചളായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എത്തിയല്ലേ? എത്തിയതാരാ വലിയ മുട്ടമണി? ഞാൻ വലിയ മുട്ടമണി. അപ്പോൾ സേവ് കുറേ ആൾക്കാർ വന്നുകൊണ്ട് അപ്പം വലിയ ഏതേലും വരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാൻ എത്തിയിട്ടോ. കയറിപ്പോരെ. ഇവിടെ എത്തിയപ്പോഴാണ് അറിയണ, അയ്യോ നീയായിരുന്നോ, സോറിടാ. സാറല്ലേ ചേച്ചി. നേടാ, ഞാൻ നിൻ്റെ പേരെന്തുകൊണ്ടാണ് എഴുതി തന്നു. വലിയ മുട്ടമണി. സത്യം എൻ്റെ വലിയ മുട്ടമണിയാ? പിന്നെ നിൻ്റെ വലിയ മുട്ടമണി ആയതുകൊണ്ടല്ലേ ഞാൻ വലിയ മുട്ടമണി എഴുതി വെച്ചേ. പൊന്നു മോളെ മെറീസ. അയ്യോ എൻ്റെ ബട്ടറുവിൻ്റെ ഫ്രണ്ടാകട്ടെ. എൻ്റെ പാവ എൻ്റെ ബട്ടറു മുത്തേ, എൻ്റെ മുത്തിനെ ഫ്രണ്ടാകട്ടെ ആദ്യം. ഫോളോ ബാക്ക്. പാവ എൻ്റെ മോള് മെറീസ. അല്ല ബട്ടറു,
എന്നിട്ട് കേക്കടാ വലിയ മുട്ടമണി എന്നൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടോ. അവൻ വന്ന്, പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത്രയും നല്ലത് കളിച്ചത് ഇന്നലെ വന്നവൻ്റെ അടുത്താവും. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഇന്നലെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഒന്ന്. പക്ഷെ സംഭവം നല്ല സുഖമുണ്ടായി. പക്ഷെ എനിക്ക് ടൈമിങ് ഓവറായതുകൊണ്ട് അത് എന്നാലും സുഖിച്ച്, നല്ലപോലെ സുഖിച്ച്. കുറേ നാളായില്ലേ, എനിക്ക് തോന്നുന്നു 7-8 നാട്ടിൽ 6 ദിവസം നിന്നു. ഇവിടെ വന്നപ്പോൾ എത്ര ദിവസമായി? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ 7, 8, 7, 8, 9, 10, 11, 12, 14 ദിവസം കൊണ്ട് ഇന്നലെയാണ് സൂക്ഷിച്ചത്. എൻ്റെ ദൈവമേ എന്ത് കളിയായിരുന്നു അറിയോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു സൂഹിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെവി പോയോന്നോ. അവന് പോയി, അത് മേടിക്കണ്ട. പക്ഷെ എൻ്റെ ചെവി വരെ പറിച്ചു തിന്നു. പക്ഷെ കുറേ നാൾക്ക് ശരി കളിച്ചോണ്ടാവും ഇന്നലെ നല്ല സുഖം കിട്ടിയത്. ആടിമയ ഓൾഡേട്ടാ ഈ കൽബ് ചോദിച്ചാട്ടെ നിങ്ങൾ പോയോന്നു. ചെവിൻ്റെ ഉള്ളിലാണ് ഇട്ടത്. ചെവിൻ്റെ ഉള്ളിൽ സാധനം കയറുമോ മൈരേ? എൻ്റെ വിജിമോളെ വലുത് കയറിയല്ലോ. കോണ്ടാക്ട് നമ്പറോ 2020 അറിയുമോ റിയാസെ? അയ്യോ തുന്നിയ ചെവി, ഈ ചെവി ഞാൻ കൊടുത്തില്ല. ഞാനേ അവനിങ്ങനെ വന്നപ്പോൾ ഞാൻ ചെവി, അയ്യോ ചെവിമ തുടങ്ങി, നീ ചെവി നീ എടുത്തോ. അപ്പം പട്ടു ഈ ചെവി ഞാൻ പറഞ്ഞു, അയ്യോ ഈ ചെവിമ തൊടല്ലേടാ, ഈ ചെവി നീ വേണമെങ്കിൽ എന്ത് വേണേലും നീ എടുത്തോ, എന്നാ കടിച്ചോ തിന്നോ എന്തെങ്കിലും ചെയ്തോളം പറഞ്ഞു. പിന്നെ ഈ ചെവിമയായിരുന്നു മെക്കാനിക്കൽ. ഉരളിച്ച മൊത്തം ഈ ചെവിമലായിരുന്നു. പിന്നെ എൻ്റെ പൊന്നു മോനെ സുഖിച്ചോന്ന് ചോദിച്ചാൽ ശരിക്കും വലുതാണെന്നോ, അണ്ടവടാകം വരെ കയറിപ്പോവും. അത്രയ്ക്കും വലുതായിരുന്നു. നീഗ്രോന കണ്ടിട്ടുണ്ടോ? സുഡാനി പവർ സാധനത്തിൽ മാത്രമൊന്നുമല്ല പവർ. എൻ്റെ അമ്മോ എൻ്റെ കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞു. സത്യം കണ്ണീന്നേ മൂക്കിൽ കയറ്റിയാലും മൂക്കിൽ കയറ്റില്ല, മൂക്കിൽ ഉമ്മ വന്നു. എത്ര നേരം കളിച്ചു. സത്യം പറഞ്ഞാൽ 1 മണിക്കൂറാണ് കസ്റ്റമർക്ക് കൊടുക്കാറ്. ഇത് 2.5 മണിക്കൂർ, 69 ഉണ്ട്, അതും ഉണ്ടായിരുന്നു. അതായിരുന്നു പൊളി. അല്ല റേട്ടെ, അല്ല അശബ ചേച്ചി ഇന്നലെ നല്ലപോലെ സൂചിച്ച്. നീ പ്രഗ്നൻ്റ് ആയിപ്പോയല്ലോ. ഞാനോ? ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല. ഞാൻ നാളെ പോയി സർജറി ചെയ്യട്ടെ. ഇതാണ് കൂടെ ഉണ്ടായിരുന്നാ എന്നെ തേടി പിടിച്ച് വന്നല്ലേ ചെക്ക. നീ ബിജി മലയാളിക്ക് അത്രയും വലുതാണ്. മലയാളിക്ക് വലുതുണ്ട് കേട്ടോ, ഉണ്ട്. നീ ഇവിടെ വന്നല്ലേ. അയ്യോ എൻ്റെ ഉസർഷൻ ആരും ബ്ലോക്ക് അടിക്കില്ലേ, മ്യൂട്ടടിക്കില്ലേ? എനിക്ക് തരുമോ ചേച്ചി? എന്താ നീ വന്ന് നിൽക്കുന്നില്ല, പക്ഷെ നീ സൂചിപ്പിക്കണം. സൂചിപ്പിച്ച് തരുമോ? എന്നാ റെഡി. എനിക്ക് സൂചിപ്പിക്കുന്ന ആൾക്കാരെ മതി. നീ എങ്ങാനും പ്രഗ്നൻ്റ് ആയാലോ? ഞാൻ പ്രസവം നിർത്തിയതാ, പേടിക്കണ്ട. വെടി പരിപാടി ഉണ്ടാ ദുബായ് വരെ. ബ്ലോക്ക് വേണം. അയ്യോ ബ്ലോക്ക് അടിച്ച കൊല്ലിങ്ങളെ ഞാൻ. അയ്യോ എൻ്റെ കുക്കുവിനെ ആരെങ്കിലും ബ്ലോക്ക് അടിച്ചോ? ആശപ്പ ചേച്ചി എൻ്റെ കുക്കുവിനെ നോക്കട്ടെ, ആരെങ്കിലും എൻ്റെ കുക്കുവിനെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും കൊല്ലിനെ എന്നാ നോക്കട്ടെ. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് പുതിയ അക്കൗണ്ട് ആരൊക്കെ ബ്ലോക്ക് അടിച്ചെന്ന് നോക്കട്ടെ. ഒരാളെ ആരും ബ്ലോക്ക് അടിച്ചിട്ടില്ല. ഓക്കെ, കുക്കു കൂടെ വേണം. കുക്കു വേണം എല്ലാത്തും റിപ്ലൈ കൊടുക്കാൻ. കുക്കു എൻ്റെ മുത്ത എവിടെ? നല്ലോണം സൂചിപ്പിക്കാം. അണ്ടി ഒരു എന്താ ഫൈസിലിക്കാം, നല്ലോണം സൂചിപ്പിക്കാം. അണ്ടി ഒരു കുറവില്ലേ? കുക്കു എവിടെ? എൻ്റെ കുക്കു വേണം റിപ്ലൈ കൊടുക്കും. കുക്കുനും മതിക്കുന്നു. ബാക്കി പറ. ഇപ്പൊ കുക്കു മതിയല്ലേ? എൻ്റെ നീലകണ്ഠ, അതായത് പൊന്നാര ചേച്ചി എന്താ ഇവിടെ എല്ലാവർക്കും കഥ കേൾക്കാം. എന്നിട്ട് ഇന്നലെ എൻ്റെ മുഖത്തേക്ക് എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. ഇപ്പം പറയില്ല, കുറച്ച് കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ കണ്ണിറുക്കി കാണിക്കും. ഓക്കെ, ഇപ്പം മനസ്സിലാവും. ഇപ്പം ശരിയാവില്ല. ഇത് എന്താ അക്കൗണ്ട്? ഇത് എൻ്റെ അക്കൗണ്ട് എല്ലാം പോയി റിനീഷായിട്ട് എല്ലാവരും അക്കൗണ്ടൊക്കെ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു. ഇതേ ഉള്ളൂ ഇതിപ്പം. അതെ,